വെക്കേഷൻ ടൈമാണ്. മദ്രസകളൊക്കെ തുറന്ന് അതിന്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 3 ആഴ്ചയായി രജിസ്ട്രേഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നാ പറയുന്നത്. സ്കൂളിൽ അതിന്റെ പ്രവേശന ഉത്സവമോ അല്ലെങ്കിൽ അതിന്റെ കുട്ടികൾക്ക് നാം എടുക്കുന്ന അഡ്മിഷന്റെ ടൈം ഒരു ദിവസം പോലും നമ്മൾ ചിന്തിക്കാറില്ല. കാരണം അവിടെ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലോ എന്ന ഒരു ആശങ്കയാണ്. മദ്രസകളിൽ പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം എപ്പോ പോയാലും കിട്ടുമല്ലോ. കാരണം ആ വിദ്യാഭ്യാസത്തിനോടുള്ള സമുദായത്തിന്റെ ഒരു സമീപനം എന്ന് പറയുന്നത് ആ രീതിയിലാണ്. അപ്പൊ ഏതായിരുന്നാലും മദ്രസകൾ തുറന്ന് പ്രവർത്തിച്ച് അതിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് 3 ആഴ്ചയായി ഈ പീഠത്തിന്റെ മുന്നിൽ ഞാൻ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, വെക്കേഷൻ ടൈമാണ്. 3 ആഴ്ചയോ 4 ആഴ്ചയായെന്ന് തോന്നുന്നു, അല്ലെ? 2 ആഴ്ച സ്കൂള് അടച്ചിട്ട്. ഇതിനിടയിൽ ഡസനോളം മക്കൾ മരിച്ചു, അപകടങ്ങളിൽ മരിച്ചു. ട്രക്കിങ്ങിനിടയിൽ കാൽ വഴുതി വീണ് 1500 അടിയിലേക്ക് വീണ് മരിച്ചു. വെള്ളത്തിൽ മുങ്ങി മരിച്ചു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഞ്ചാവ് വലിച്ചിട്ട് വഴക്കുണ്ടാക്കി തല്ലിക്കൊന്നു. ഇങ്ങനെ മക്കളുടെ ജീവൻ ഡസനോളം പൊലിഞ്ഞിരിക്കുകയാണ്. വെക്കേഷൻ ആരംഭമായി 1, 2, 3 വാരമായപ്പോ തന്നെ ഡസനോളം കുട്ടികൾ പരലോകം പുഴുകിയിരിക്കുകയാണ്. അപ്പൊ ഈ സന്ദർഭത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലെ കണ്ണിന് കുളിർമ എന്ന് പറഞ്ഞത് എവിടെയൊക്കെയാണെന്ന് പഠിക്കണം നമ്മൾ. 3 സ്ഥലം, 4മതൊരു സ്ഥലം നമുക്ക് കാണാൻ കഴിയില്ല. അതിൽ 1ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് അൽ ഖസസിലാണ്. നൈലിന്റെ ഓളങ്ങൾ തടം തല്ലി തിരമാലകളെ പോലെ ഒരു പെട്ടി ഒഴുകി വന്നപ്പോൾ കൊട്ടാരത്തിന്റെ മട്ടുപാവിൽ ഉലാത്തിയിരുന്ന റാംസീസ് 2 എന്ന ഫറോവയും പ്രിയപ്പെട്ട ഭാര്യ ആസിയ ബീവിയും ആ പെട്ടി ഒഴുകി വരുന്നത് കണ്ടപ്പോൾ ഓടിച്ചെന്ന് പെട്ടിയെടുത്ത് തുറക്കുമ്പോൾ കുട്ടിയാണ്. ഓമനത്തം തുളുമ്പുന്ന ഒരു കുട്ടിയെ പെട്ടിക്കുള്ളിലെ കണ്ടപ്പോൾ ആസിയ ബീവി പറഞ്ഞ ഒരു വാക്ക് വിശുദ്ധ ഖുർആനിൽ ഖസസിൽ കാണാം. ഖുർറത്തു ഐനുൻ ലീ വലക് ഖാലത് ഇംറഅതു ഫിർഔൻ ഖുർറത്തു ഐനിൻ ലീ വലക്. ഇതെനിക്കും നിങ്ങൾക്കും കണ്ണിന് കുളിർമയാണ് പ്രിയപ്പെട്ടവനെ, അതുകൊണ്ട് നമുക്ക് വളർത്താം എന്ന് പറഞ്ഞു. മക്കളില്ലാത്ത ആസിയ ബീവിയുടെ കണ്ണിൽ ഒരു ആനന്ദമായി പെട്ടിക്കുള്ളിലെ കുട്ടിയെ കണ്ടു. ഇത് ഒരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞതാണ്. നിങ്ങൾ എന്റെ കൂടെ വരണം. 2ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് അൽ ഫുർഖാനിലാണ്. യഖൂലൂൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ. വിശുദ്ധ ഖുർആനിൽ ഒരു സത്യവിശ്വാസിയുടെ ദുആ പഠിപ്പിച്ചത്, നിങ്ങൾ ദുആ രക്കണം. എന്താ ദുആ രക്കേണ്ടത്? ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, എന്റെ സന്താനങ്ങളിൽ ഖുർറത അഅ്യുൻ, എനിക്ക് നീ കണ്ണിന് കുളിർമ തരണം തമ്പുരാനെ. മക്കളെ കണ്ണിന് കുളിർമയുള്ളവരാക്കി തരണമെന്ന ദുആ മക്കളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ബാപ്പയുടെ ഉമ്മയുടെ ദുആ, പേരന്റിന്റെ ദുആ ഉണ്ടാകണം. 3ാമത് ഇതാണ് 2. 3ാമത് ഖുർആനിൽ കണ്ണിന് കുളിർമ എന്ന് പറഞ്ഞത് സൂറത്തു സജ്ദയിലാണ്. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറതി അഅ്യുൻ. ഇന്ന് രാവിലെ നമ്മൾ കേട്ടതാണ്. സ്വർഗത്തെ പറ്റിയാണ് അല്ലാഹു തആല കണ്ണിന് കുളിർമ എന്ന് പറഞ്ഞത്. സ്വർഗം ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത മനോഹരമായ കണ്ണിന് കുളിർമയാകുന്ന സ്വർഗം. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച ഈ 3 ആയത്തുകൾ. 4ാമതൊരു ആയത്ത് ഖുർആനിൽ ഇല്ല എന്നാണ് എന്റെ അറിവ്. ആ ഒരു 3 ആയത്തുകളെയും ഒന്ന് കൂട്ടി വായിക്കാം നമുക്ക് തൽക്കാലം. ഒന്ന്, കിട്ടാക്കനിയായ ഒരു കുട്ടിയെ പെട്ടിക്കുള്ളിലായി നൈലിന്റെ ഓളങ്ങളിൽ നിന്ന് കിട്ടിയപ്പോൾ ഒരു മാതൃഹൃദയത്തിന്റെ ഒരു ആശ്വാസത്തിന്റെ ഒരു വാചകം നാവിലൂടെ പുറത്തു വന്നത് ഖുർറത്തു ഐനുൻ ലീ വലക്, എനിക്ക് കണ്ണിന് കുളിർമയാണിത്. എനിക്ക് മാത്രമല്ല വലക്, നിങ്ങൾക്കും കണ്ണിന് കുളിർമയാണ്.
അപ്പോ ഒരു കുട്ടി ജനിക്കുമ്പോൾ കണ്ണിന് കുളിർമയാണ്. നമുക്കൊരു മക്കളെ കിട്ടുമ്പോ, ഒരു മോനെ കിട്ടി, ഒരു മോളെ കിട്ടി, നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് വരട്ട്. നിങ്ങളുടെ ഭാര്യ ആദ്യ പ്രസവത്തില് SAT-യിലോ അല്ലെങ്കിൽ തൈക്കാടോ അല്ലെങ്കിൽ എവിടെയോ ആകട്ടെ, നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചു. നിങ്ങൾ ലേബർ റൂമിന്റെ പുറത്ത് ഇങ്ങനെ നിൽക്കാൻ വിഷാദ വിഷണ്ണനായി. അപ്പോഴാണ് നഴ്സ് വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചു, ഇന്ന ഫാത്തിമ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ കൊണ്ടുവന്ന് കൈ തരുമ്പോൾ ഉണ്ടായ ഒരു സന്തോഷം ഒന്ന് തിങ്ക് ചെയ്ത് നിങ്ങൾ. അത് വലിയൊരു കുളിർമയല്ലേ? ആ കുട്ടിയെ കണ്ടപ്പോ, അത് ചിരിക്കുന്ന കണ്ടപ്പോ, അതിങ്ങനെ വലിയ സന്തോഷം കാലിട്ടടിക്കുന്നത് കണ്ടപ്പോൾ, അതിന്റെ കരച്ചില് നമ്മുടെ രാത്രി ഉറക്കം കെടുത്തിയപ്പോ, രാത്രി അത് പല്ലില്ലാത്ത ഇളം മോണ കാട്ടിയിട്ട് ചിരിച്ചപ്പോൾ നമുക്കുണ്ടായ ഒരു സന്തോഷം, കണ്ണിന് കുളിർമ. അപ്പൊ മക്കളുണ്ടാവുന്നത് കണ്ണിന് കുളിർമയാണ്. ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ കണ്ണിന് കുളിർമയാകണം നമുക്ക്. അതാണ് ദുആ. ഒരു വയസ്സ് വരെ ദ്വാരക്കാനല്ല പറഞ്ഞത്. വാപ്പാക്കും ഉമ്മാക്കും നമ്മൾ ദ്വാരക്കേണ്ടത് എപ്പോഴാ? റബ്ബന റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. എപ്പോഴാ? നമ്മൾ മരിക്കുന്നവരെ ദ്വാരക്കണം. അവര് മരിക്കുന്നവരെയല്ല, നമ്മൾ മരിക്കുന്നവരെ ദ്വാരക്കണം. ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി നമ്മൾ ദ്വാരക്കുന്നു. ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും ഇസ്സമില്ല, രാഷ്ട്രീയമില്ല, സംഘടനാ സംഘടിതത്വങ്ങളില്ല, ദേശഭാഷ വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ ഈമാനുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് മിമ്പറിൽ ദ്വാരക്കുന്നുണ്ട് വെള്ളിയാഴ്ച. നമ്മൾ ദ്വാരക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ചു. റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. എല്ലാവർക്കും വേണ്ടിയിട്ട് ദ്വാരക്കുക. അപ്പോ അത് നമ്മൾ മരിക്കുന്നവരെ ദ്വാരക്കണം. അപ്പൊ മക്കൾക്ക് വേണ്ടിയുള്ള ദ്വായോ? മോൻ പെണ്ണ് കെട്ടി, അത് നിനക്കെന്താ? മോൻ പ്രായമായപ്പോ പെണ്ണ് കെട്ടി, നീ ദ്വാരക്കണം. മോന് കുട്ടികളായി, അതിന് നിനക്കെന്താ? നീ ദ്വാരക്കണം. അവനും മക്കളായി, കുട്ടിക്ക് കുട്ടികളായി, അതിന് നിനക്കെന്താ? നീ ദ്വാരക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ. പടച്ചവനെ എന്റെ പരമ്പരകളിൽ കണ്ണിന് കുളിർമ നൽകണം. അത് നീ മരിക്കുന്നത് വരെ നീ ദ്വാരക്കണം. മോൻ പെണ്ണ് കെട്ടിക്കോട്ടെ, മോളെ കെട്ടിച്ചോട്ടെ, മോക്ക് മക്കളുണ്ടായിക്കോട്ടെ, മോന്റെ മക്കളെ കല്യാണം കഴിച്ചോട്ടെ, നീ നന്നായിട്ട് നരബാധിച്ച് നീ വലിയ പ്രായമായി എന്തോ ആയിക്കോട്ടെ, നിന്റെ ദുആ നിർത്തരുത്. നീ അത് നിർത്താൻ പാടില്ല. അപ്പോ നമ്മുടെ കൺമുമ്പിൽ വളരുന്ന നമ്മുടെ മക്കൾ എത്ര വയസ്സായാലും അവർക്ക് കണ്ണിന് കുളിർമ, നമ്മുടെ കണ്ണിന് കുളിർമയാണ്. രണ്ട്, പിന്നെ ഈ കുട്ടിയും ആണായാലും പെണ്ണായാലും നാളെ സ്വർഗത്തിൽ നമുക്ക് കണ്ണിന് കുളിർമയാണ്. അതാണ് ഖുർആൻ 3 സ്ഥലത്ത് ഈ കണ്ണിന് കുളിർമ പറഞ്ഞത്. നമുക്ക് ചെറിയൊരു വിവരണം നടത്താം. ആദ്യത്തേത്, സന്താനങ്ങൾ അല്ലാഹു നമുക്ക് നൽകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. ലോക പ്രശസ്തയായ ഒരു പത്രപ്രവർത്തകയാണ് അനിത പ്രതാപ്. അവര് ഐലൻഡ് ഓഫ് ബ്ലഡ് എന്ന് പറയുന്ന അവരുടെ ആത്മകഥയിൽ അവര് പറഞ്ഞത്, എനിക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പത്രപ്രവർത്തക എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ലോക പ്രശസ്തയാണ്. ഒരുപാട് എന്റെ ലേഖനങ്ങൾ ദിനപത്രങ്ങളിൽ വലിയ തലക്കെട്ടോടുകൂടി വെണ്ടയ്ക്ക നിരത്തിയിട്ടുണ്ട്. എന്റെ ഒരുപാട് ലേഖനങ്ങളിൽ എനിക്ക് പുരസ്കാരങ്ങൾ എന്നെ തേടിയിട്ടുണ്ട്. ഒരുപാട് മൊമെന്റോ, ഒരുപാട് പുരസ്കാരങ്ങൾ, ഒരുപാട് ആദരവുകൾ എനിക്ക് ജീവിതത്തിൽ കിട്ടി. ഇതെല്ലാം എനിക്ക് കിട്ടുമ്പോഴും ലോക പ്രശസ്തയായ പത്രപ്രവർത്തക ആത്മകഥയിൽ പറയുന്നു, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് പുരസ്കാരങ്ങൾ കിട്ടിയപ്പോഴല്ല, ഞാൻ ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ച് ആ കുഞ്ഞിനെ ഞാൻ എന്റെ ചാരത്ത് കണ്ടപ്പോൾ, എന്റെ മാതൃത്വം, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ എന്റെ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്നത് കണ്ടപ്പോ എനിക്ക് കിട്ടിയ ഒരു ആനന്ദം അതിനോളം ഒരു പുരസ്കാരങ്ങളുമില്ല എന്ന്. നമ്മുടെ ജീവിതത്തിൽ എന്റെ മക്കൾ എന്നെ വാപ്പ എന്ന് വിളിക്കുമ്പോ നമ്മളത് മൈൻഡാക്കാത്തത് കൊണ്ടാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിന്റെ സ്തനപാനം നടത്തുന്ന ഒരു കുട്ടി ഉമ്മ എന്ന് വിളിക്കുമ്പോൾ ആ പെണ്ണിനെ തന്റെ മാതൃത്വം തെളിയിക്കപ്പെട്ടതിന്റെ സന്തോഷം, താൻ ഒരു ഉമ്മയായതിന്റെ സന്തോഷം ചെറുതാണോ? നമ്മുടെ ഒരു മകൻ, ഒരു മകള് 2 റക്അത്ത് നിസ്കരിക്കുന്നത് മാറി നിന്നൊന്ന് നോക്കണം. പടച്ചോനെ, നിനക്ക് സുജൂദ് ചെയ്യാൻ എന്റെ മകനെ ജന്മം കൊടുക്കാൻ നീ എന്നെ തെരഞ്ഞെടുത്തല്ലോ തമ്പുരാനെ.
നമ്മുടെ മകള് ഒരു ഫാത്തിഹയും യാസീനും വൈകുന്നേരങ്ങളിൽ ഓതുന്നത് കേൾക്കുമ്പോ, പടച്ചോനെ നിന്റെ കലാമോദാൻ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ എനിക്ക് നീ തൗഫീക്ക് തന്നല്ലോ. ചെറിയ കാര്യമാണോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തിവീഴ്ത്തി മദീനയുടെ തിരശീലയുടെ പിന്നിലും മറഞ്ഞിരുന്ന ആ മനുഷ്യൻ കുത്തി കൊലപ്പെടുത്താൻ വേണ്ടി വയറ്റിൽ ഇരുതലമൂർച്ചയുള്ള കത്തി കുത്തിയിറക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചത് ആരാ കുത്തിയത് എന്നാണ്. ആരാണ് കുത്തിയത്? അവൻ പറഞ്ഞു ഇന്ന ആളാണ്. ഉടൻ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു അൽഹംദുലില്ലാഹ്, പടച്ചവനെ നിനക്ക് സർവസ്തുതി, നിനക്ക് സുജൂദ് ചെയ്ത ഒരുത്തൻ എന്നെ കുത്തിയില്ലല്ലോ. നിനക്ക് സുജൂദ് ചെയ്ത അള്ളാഹുവെ നിന്നെ വിശ്വസിച്ച നിന്റെ ഏകത്വത്തിൽ അംഗീകരിച്ച ഒരുത്തൻ എന്നെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചില്ലല്ലോ. അൽഹംദുലില്ലാഹ്. അത് വലിയ ആദരവായി സന്തോഷമായി ഉമർ തങ്ങൾക്ക് തോന്നാൻ. അപ്പൊ തിരിച്ച് നിങ്ങളൊന്ന് ചിന്തിക്ക്, നമ്മുടെ കുഞ്ഞ് ഒരു നോമ്പ് പിടിച്ച് നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന സന്തോഷം എന്താണ്? എന്റെ കുട്ടി അള്ളാഹ്ക്ക് വേണ്ടി പട്ടിണി കിടന്ന് നോമ്പ് പിടിച്ചു. ഇത് കണ്ണിന് കുളിർമയല്ലേ? വിശുദ്ധ ഖുർആൻ സൂറത്ത് ശൂറയിൽ മക്കളെ കൊടുക്കുന്ന വിഷയത്തിൽ അല്ലാഹു തആല പറയുന്നത് ജനങ്ങളെ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് 2-3 പ്രാവശ്യം അത് പറഞ്ഞത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. അല്ലാഹ് പറഞ്ഞു യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുകൂർ ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാസ വയജഅലു മൻ യശാഉ അഖീമാ. അള്ളാഹു പറയുന്നു യഹബു ലിമൻ യശാഉ ഇനാസ, ചിലർക്ക് അള്ളാഹു പെൺമക്കളെ കൊടുക്കും. ഹിബത്ത്, അള്ളാഹു പറഞ്ഞ വാക്കെന്താണ്? ഹിബത്ത് എന്ന് പറഞ്ഞാൽ സംഭാവന. അള്ളാഹുവിന്റെ സംഭാവനയാണ്, സമ്മാനമാണ് മക്കൾ. ആദ്യം പറഞ്ഞത് പെൺകുട്ടിയെ. ഏത് സമയത്താ? പെണ്ണാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ പെണ്ണിന്റെ മഹത്വം ലോകത്തോട് വിളംബരം ചെയ്യാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചു. യഹബു ലിമൻ യശാഉ ഇനാസ, ചിലർക്ക് അല്ലാഹു പെൺമക്കളെ മാത്രം കൊടുക്കും. ലൂത്ത് അലൈഹിസ്സലാമിന് പെൺമക്കൾ മാത്രമേ ഉള്ളൂ. വയഹബു ലിമൻ യശാഉ ദുകൂർ, ചിലർക്ക് ആൺമക്കളെ മാത്രം കൊടുക്കും. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിന് ആൺമക്കൾ മാത്രമേ ഉള്ളൂ. മൂന്നാമത് അല്ലാഹു പറഞ്ഞു ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാസ, ചിലർക്ക് ആണിൽ നിന്നും പെണ്ണിൽ നിന്നും മക്കളെ കൊടുക്കും. അഷ്റഫുൽ ഖൽഖിന് അങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 സൈസായി പറഞ്ഞു ജനങ്ങളെ മക്കളുടെ വിഷയത്തിൽ. 1 പെണ്ണ്, 2 ആണ്, 2 ആണും പെണ്ണും. ഇനിയിപ്പോ നാലാമത്തെ ഏതാ? ട്രാൻസ്ജെൻഡർ ആണോ? നാലാമത് 4 കൂട്ടരില്ലേ മക്കളുടെ വിഷയത്തിൽ? അല്ലാഹു തആല ജനങ്ങളെ 4ആയി തരംതിരിച്ചില്ലേ? ഒന്നുകിൽ പെണ്ണ്, അല്ലെങ്കിൽ ആണ്, അല്ലെങ്കിൽ ആണും പെണ്ണും കൂടി കൊടുക്കും 2ൽ നിന്നും. ഇനിയിപ്പോ 4-ാമത്തെ ഏതാ? ആണും പെണ്ണും കെട്ടതാണോ? ആണും അല്ല പെണ്ണും അല്ലാത്തതാണോ? അല്ലെങ്കിൽ ആണ് പെണ്ണായതാണോ? അല്ലെങ്കിൽ പെണ്ണാണായതാണോ? അല്ല. 4-ാമതൊരു വിഭാഗമുണ്ട്. അവരെത്ര കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാലും ഒരു സന്താനത്തെ അല്ലാഹു കൊടുക്കൂല. യഹ്യാ നബിയാണ് ഉദാഹരണം, മക്കളില്ല. ഈസാ അലൈഹിസ്സലാം മക്കളില്ല. പ്രവാചകന്മാരിൽ തന്നെ ഉദാഹരണം കൂടി മുഫസ്സിരീങ്ങൾ നിരത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് തന്ന സന്താനങ്ങൾ അത് കണ്ണിന് കുളിർമയാണ്. മക്കളില്ലാത്തവർക്കറിയാം അതിന്റെ വേദന. മക്കളുള്ളവർക്ക് മനസ്സിലാവൂല. മക്കളുള്ളവർക്ക് ഉരുത്തക്കേട് കാണിക്കുമ്പോൾ നമുക്ക് വലിയ സങ്കടം, വലിയ പ്രയാസം, വലിയ ബുദ്ധിമുട്ട്. എന്തെങ്കിലും വെക്കേഷൻ ടൈമിലെ മക്കളൊരു അടിപിടി കൂടിയാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ചോരയാണിത്. ആരുടെയൊക്കെയോ 10-20 മക്കൾ 2 മണിക്കൂർ ഉസ്താദിന്റെ മുന്നിൽ വന്നിരിക്കുമ്പോ പല രക്തം, പല DNA, പല സ്വഭാവം, പല രീതി, പല ശൈലി, എല്ലാം പലത്. അങ്ങനെയുള്ള പല മക്കളെ 2 മണിക്കൂർ ഒരു അധ്യാപകൻ മേയ്ക്കുന്നതിന്റെ മഹത്വം അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സ്വന്തം ചോര, നമ്മുടെ DNA, നമ്മുടെ കൃത്യമായ നമ്മുടെ മക്കൾ, നമ്മുടെ ബ്ലഡ്, അതിനെ കുറഞ്ഞ സമയം നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് എല്ലാവർക്കും പരാതി. പ്രിയപ്പെട്ടവരെ, ആരും മക്കളെ കുറ്റം പറയരുത്, ആരും മക്കളെ ഒന്നും പറയരുത്. ചില ആളുകൾ പറയാറുണ്ട് കുരുത്തം കെട്ടവനാണ്, ബഹളമാണ്. നമ്മളൊക്കെ അറിയാതെയൊക്കെ പറഞ്ഞു പോകും. കുരുത്തക്കേട് കാണിച്ചോട്ടെ. എത്രയോ ഷെൽഫുകളിലാണ് കളിപ്പാട്ടം പൊടിയടിച്ചിരിക്കുന്നത്. എന്തേ? മോൻ ഓട്ടിസമാണ്, എടുത്ത് കളിക്കാൻ ആരോഗ്യമില്ല, ബുദ്ധിയില്ല. എത്ര വീടുകളാണ് വളരെ നീറ്റായി കിടക്കുന്നത്. എന്തേ? നമ്മുടെയൊക്കെ ചുമരുകളിൽ ചിത്രപ്പണികൾ മക്കൾ വരച്ചു വെച്ചിട്ടുണ്ട്, പെൻസിൽ കൊണ്ട്, പേന കൊണ്ട്. മക്കളുള്ള വീട്ടിലൊക്കെ അതുണ്ടാവും. ചില വീടുകളിൽ പോയാൽ വളരെ ക്ലീൻ. എന്തേ? കുട്ടിയില്ലേ? ഉണ്ട്, വരയ്ക്കാനുള്ള ആരോഗ്യമില്ല, കൈ ഉയരില്ല, ഓട്ടിസം ബാധിച്ചിരിക്കുക.
കുട്ടിക്ക് സുഖമില്ലാത്ത കുട്ടിയാണ്, അരക്കിതാടെ തളർന്നുപോയ കുട്ടിയാണ്. അങ്ങനെ ആക്കിയില്ലല്ലോ, കുരുത്തക്കേട് കാണിക്കും. അഷ്റഫുൽ ഖൽഖിന്റെ തോളത്ത് കയറിയിരുന്നു ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ നമസ്കാരത്തിൽ. നബി തങ്ങളെ സുജൂദ് ദീർഘിപ്പിച്ചു. എന്താ കാര്യം? എഴുന്നേറ്റാൽ തല ഉയർത്തിയാൽ എന്റെ മക്കൾ വീണു പോകുമോ, എന്തെങ്കിലും അവർക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് പേടിച്ചിട്ട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ കിടന്നു മണിക്കൂറുകളോളം. അതാണ് പ്രിയപ്പെട്ട പ്രവാചകൻ മക്കളോട് കാണിച്ച ഏറ്റവും വലിയ ഉദാത്തമായ ഒരു മാതൃക. ആ നിലയിൽ മക്കളെ നമ്മൾ ചേർത്ത് നിർത്തുന്നു. കണ്ണിന് ആനന്ദമാണ്, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്, നമ്മുടെ മക്കള് കണ്ണിന് കുളിർമയായി തന്നെ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാകണം. അതിനെന്താ വേണ്ടത്? മക്കളെ എത്രത്തോളം നമുക്ക് മക്കൾ ഉണ്ടാവും അത്രത്തോളം നല്ലതാണ്. ചില ആളുകൾ പറയും ഇവർക്ക് മക്കളെ കൂട്ടുന്നു, അതിനിടയ്ക്കൊക്കെ ആ മട്ടനോ ചിക്കനോ ഒക്കെ കഴിക്കണം, അല്ലാതെ അമരക്കയും മിണ്ടയ്ക്കും മാത്രം കഴിച്ചാൽ പറ്റുമോ? എന്നിട്ട് കുറ്റം പറഞ്ഞാൽ മതിയോ? മക്കൾ ഉണ്ടാവണം. ഞാനൊന്ന് ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ഒരൊറ്റ കാര്യം. ഇതാ മാറ്റൽ ഇൻസാനു ഇൻഖത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരാൾ മരിച്ചാൽ അയാൾക്ക് 3 സംഗതികൾ ഒഴിച്ച് ബാക്കി മുറിയും, ഡിസ്കണക്ട് ആവും. 3 അവന്റെ മരണശേഷവും നിലനിൽക്കും. ഖിയാമത്ത് വരെ, അള്ളാനെ കണ്ടുമുട്ടുന്ന സമയം വരെ അവന്റെ ജീവിതത്തിൽ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന 3 കാര്യങ്ങളാണ്. അതിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. 3 കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ മരിച്ചാലും കൂടെ ഉണ്ടാവും. അതിൽ ഒന്ന് സ്വദഖത്തുൻ ജാരിയായ സ്വദഖ. 2 അമലുൻ സാലിഹ്. മറ്റൊരു റിപ്പോർട്ടില് ഇൽമുൻ യുന്തഫഉ ബി, അവന് പ്രയോജനം ചെയ്യുന്ന അറിവാകട്ടെ ഇൽമാകട്ടെ അമലാകട്ടെ, ഏതായാലും ഒന്ന്. 3-മത്തേത് വലദുൻ സാലിഹുൻ യദഊല, അവന് വേണ്ടി ദുആരക്കുന്ന സന്താനങ്ങൾ. ഇത് 3ഉം അവന്റെ ജീവിതത്തിൽ മുറിയാതെ നിൽക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സ്വദഖ വർദ്ധിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? സ്വദഖ എത്ര കൊടുക്കുവോ അത്രത്തോളം നമ്മുടെ ഖബറിൽ നമുക്ക് കൂട്ടാൻ. സ്വദഖ ഞാൻ ആവശ്യമായ ഒരു കൂട്ടൊപ്പിച്ചു വെച്ചിട്ടുണ്ട്, കഴിഞ്ഞ 2 റമളാനിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞ് ആരെങ്കിലും നിർത്തുന്നുണ്ടോ? ഇല്ല. സ്വദഖ എത്ര വർദ്ധിപ്പിക്കുമോ അത്രയും നമുക്ക് കൂട്ടാണ് ഖബറിൽ. ഒരു സംശയം ആർക്കും ഇല്ലല്ലോ. ഇനി 2-മത്തേത് അമലുൻ സ്വാലിഹ്, സൽക്കർമ്മം വർദ്ധിപ്പിക്കണം. അതിലും ആർക്കും തർക്കമില്ലല്ലോ. എത്ര സൽക്കർമ്മം ചെയ്താലും അത് നാളെ പരലോകത്ത് മുറിയാതെ കൂട്ടിനുണ്ട്. ഇനി സൽക്കർമ്മം അല്ല ഇൽമെന്ന് വെച്ചോ, എത്ര ഇൽമ പഠിച്ചാലും നമുക്ക് നിർത്തരുത്, വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കണം. ഏതൊരു പണ്ഡിതന്റെ മുകളിലും മറ്റൊരു ഇൽമുള്ള ആലിം ഉണ്ടാകും. റബ്ബി സിദ്നി ഇൽമാ. നബി തങ്ങൾ അല്ലാഹുവിനോട് വർദ്ധനവിന് ചോദിച്ചത് ഒറ്റ കാര്യം, അത് ഇൽമാണ്. അധികാരമല്ല, പണമല്ല, ഔന്നത്യമല്ല, ഇൽമാണ്. അപ്പൊ എത്ര ഇൽമു കിട്ടിയാലും നിർത്തരുത്, എത്ര അമല് ചെയ്താലും അത് നിർത്തരുത്, തുടർന്ന് കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കൂലേ? പിന്നെന്താ 3-മത്തെ വലദുൻ സ്വാലിഹിൻ? അത് മാത്രം 2-എണ്ണത്തിൽ നിർത്തുന്നത്? അത് മാത്രം എന്താ 2-എണ്ണത്തിൽ നിർത്തിക്കളഞ്ഞത്? സദഖത്തുൻ ജാരിയ ഒരുപാട് ഉണ്ടാകുന്നതിൽ ഒരു തർക്കവും ഇല്ല. അമലുൻ സ്വാലിഹായാലും ഇൽമുൻ യുന്തഫഉ ബിഹി ആയാലും അതിലൊരു തർക്കവും ഇല്ല കൂടുന്നതില്. പിന്നെ 3-മത്തെ ഈ പറയുന്ന ഈ മക്കളുടെ വിഷയത്തിൽ മാത്രം എന്താ നമുക്ക് ഇത്ര ലുബ്ബ്? അള്ള തരുന്നതല്ലേ, വാങ്ങിക്കോ. അള്ള തരുന്നതല്ലേ, ഇഷ്ടം പോലെ മക്കൾ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് തസവ്വജുൽ വദൂദൽ വലൂദ. നീ കല്യാണം കഴിക്കുമ്പോ ധാരാളം പ്രസവിക്കുന്ന പെണ്ണിനെയാണ് കല്യാണം കഴിക്കേണ്ടത്. അതൊരു മാനദണ്ഡം പറഞ്ഞതാ. ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടല്ലേ മക്കൾ ഉണ്ടാവുള്ളൂ, അപ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. ശരിയാണ്. വീട് വേണമെങ്കിൽ വീട് നിർമ്മാണത്തിന് കറണ്ട് വേണം. എപ്പോഴും ഇടയ്ക്കൊരു നിയമം, കറണ്ട് ഉണ്ടെങ്കിലേ വീട് കിട്ടുള്ളൂ. കറണ്ട് വേണമെങ്കിൽ വീട് വേണം. ഇപ്പൊ ഏതായി, ഇപ്പൊ ആദ്യം ചക്കക്കുരു ഉണ്ടായോ പ്ലാവ് ഉണ്ടായോ എന്ന് ചോദിക്കും പോലെയാ. ആദ്യം ഏതാ ഉണ്ടായത്? തേങ്ങയാണോ തെങ്ങാണോ എന്ന് ചോദിക്കും പോലെ, മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത്? കൺഫ്യൂഷനാണ്. കല്യാണം കഴിച്ചാലല്ലേ മക്കൾ ഉണ്ടാവുള്ളൂ, അപ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ ഇത് പ്രസവിക്കുന്നതാണ് അല്ലാത്തയാണെന്ന്. അതൊരു മാനദണ്ഡമാക്കിയതാണ്. എന്ന് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടം പോലെ പ്രസവിക്കുക എന്ന് പറയുന്നത്, ധാരാളം മക്കൾ ഉണ്ടാവുക എന്ന് പറയുന്ന അനുഗ്രഹമാണെന്ന് മുത്ത് റസൂൽ പഠിപ്പിക്കാൻ. അല്ലാതെ കല്യാണം കഴിഞ്ഞാൽ ചൈൽഡ് ഫ്രീ എന്ന് പറഞ്ഞിട്ട് മക്കൾ വേണ്ടാന്നൊരു സംവിധാനം, അത് പാടില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലെ ദേശീയ പാർട്ടികളിൽപ്പെട്ട ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഏറ്റവും അമരത്തുള്ള ദമ്പതിമാർക്ക് മക്കളില്ല. അത് അവരുടെ കുറവല്ല, അവര് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടി അവർ സമയം മാറ്റി വെച്ചതിന്റെ ഇടയിൽ മക്കളെ വളർത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നതിന്റെ പേരിൽ ചൈൽഡ് ഫ്രീ എന്ന് പറഞ്ഞിട്ട് മക്കൾ വേണ്ട എന്ന് പറഞ്ഞ ഒരു കൂട്ടരുണ്ട്. അവര് മക്കൾ വേണ്ട, അവർക്ക് മക്കളില്ല, ആ ദമ്പതിമാർക്ക് മക്കളില്ല.
ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, അള്ളാഹു നൽകുന്ന സന്താനങ്ങളെ കണ്ണിന് കുളിർമയാക്കി നമ്മുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ നമുക്ക് കാണണം. അതിനെന്താ വേണ്ടത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്രിമു ഔലാദകും വഅഹ്സിനു അദബഹും. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ബഹുമാനിക്കണം. ബഹുമാനിക്കേണ്ടത് ഉസ്താദിനെ മാത്രമല്ല, മുതിർന്നവരെ മാത്രമല്ല, മാതാപിതാക്കളെ മാത്രമല്ല, ബഹുമാനിക്കേണ്ടത് ആരെയാണ്? അക്രിമു ഔലാദകും. നിങ്ങളുടെ സന്താനങ്ങളെ നിങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം. എന്റെ മോനാണ്, ഒരു ബഹുമാനം ഉണ്ടാവണം, ഒരു ബഹുമാനം ഉണ്ടാവണം. ആ മകനെ ബഹുമാനിക്കണമെങ്കിൽ അവന് അദബ് ഉണ്ടാകണം. അതിന് നിങ്ങൾ അദബ് പഠിപ്പിക്കണേ, എന്നാലേ നിങ്ങളുടെ കണ്ണിന് കുളിർമയാവുകയുള്ളൂ. കഞ്ചാവ് കേസിലെ മകന് പ്രതിയാണ്. വാപ്പയ്ക്ക് കണ്ണിന് കുളിർമയാണോ? ഉമ്മയ്ക്ക് അത് താങ്ങാൻ പറ്റുന്നതാണോ? അല്ല. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, തലയിൽ മുണ്ടിട്ട് കൊണ്ടാ ഇറങ്ങുന്നത്. മകന് പീഡന കേസിലെ പ്രതിയാണ്. മകന് അതുപോലെ തന്നെ മോഷണത്തിൽ കുറ്റക്കാരനാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീഡനത്തിൽ അവന് പ്രതിയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗുരുതരമായ ക്രിമിനൽ കേസ് അവന് രജിസ്റ്റർ ചെയ്യപ്പെട്ട് FIR ഇട്ടിട്ടുണ്ട്. ആ മകനെ ഓർത്തിട്ട് ഏത് വാപ്പയാണ് സന്തോഷിക്കുക? ഏത് വാപ്പാക്കാണ് കണ്ണിന് കുളിർമ കിട്ടുന്നത്? ഏത് ഉമ്മയ്ക്കാണ് കിട്ടുന്നത്? പോരാ, കണ്ണിന് കുളിർമയാകാൻ, മക്കളെ ബഹുമാനിക്കാൻ, ആ മക്കളെ ആദരിച്ച്, ആ മക്കൾക്ക് മര്യാദ പഠിപ്പിച്ചിട്ട് ഒരു നല്ല ഒരു ഹുസ്നുൽ ഖുലുഖ് അവരെ പഠിപ്പിച്ച് അവരെ സമൂഹത്തിലെ ചെറിയ മക്കളോട് കരുണ കാണിക്കണമെന്ന് പ്രത്യേകമായി പഠിപ്പിച്ച് മുതിർന്നവരെ ബഹുമാനിക്കണം. പ്രായമുള്ള 65 വയസ്സുകാരന്റെ 65 വയസ്സുകാരനായ സദീറത്യൻ, അയാൾ വന്നിട്ട് ഈ 65 വയസ്സുകാരനോട് പറയുന്നു, നിന്റെ മോൻ എന്നെ തെറി വിളിച്ചു. ഈ കൂട്ടുകാരന്റെ മുമ്പിൽ വാപ്പയ്ക്ക് പിന്നെന്ത് വിലയാവുള്ളത്? നേരെ മറിച്ച് ഈ വാപ്പ വന്നിട്ട് പറയാണ്, ഈ സഹോദരൻ വന്നിട്ട് പറയുന്നു, നിന്റെ മോന് വല്ലാതെ എന്നെ ബഹുമാനിക്കുന്നവനാണ്. ഈ വാപ്പാക്ക് എത്ര സന്തോഷമാണ്. മക്കളെ അദബിന്റെ വിഷയത്തിൽ നല്ല നിലയിൽ നമുക്ക് ഒരു കണ്ണിന് കുളിർമയാക്കി മാറ്റണം. ആ പ്രിയപ്പെട്ട മക്കള് കണ്ണിന് കുളിർമയാകണം. ഒരിക്കലും നമുക്ക് കണ്ണുനീര് തരുന്ന മക്കളാക്കരുത്, മറിച്ചോ കണ്ണിന് ആനന്ദമുള്ള, കണ്ണിന് കുളിർമ തരുന്ന മക്കളാക്കണം. അതിന് അദബ് പഠിപ്പിക്കണം, മര്യാദ പഠിപ്പിക്കണം, നല്ല ഇൽമ് പഠിപ്പിച്ചു കൊടുക്കണം. ആത്മീയമായ വിദ്യാഭ്യാസം ആ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബക്കറ്റില് പറയാൻ വിട്ടുപോകുന്ന ദിവസങ്ങളിൽ കുറവാ. ആരും ബക്കറ്റ് മറന്നു കളയരുത്. നമുക്ക് ആകെ ആഴ്ചയിൽ ഒരു ചെറിയ വരുമാനം അല്ലാഹു തആല ഇടുന്നവർക്ക് അതിന് അർഹമായ കൂലി അല്ലാഹു തരട്ടെ. നല്ല സവാബ് അല്ലാഹു തരട്ടെ. കാര്യമായ രീതിയിൽ ബക്കറ്റ് കണ്ടോളി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് തരട്ടെ, സന്താനങ്ങളിൽ അല്ലാഹു ബറക്കത്ത് തരട്ടെ. അതുകൊണ്ട് കണ്ണിന് കുളിർമയായി മക്കളെ വളർത്തണം. ഒരു കുറവും ആ വിഷയത്തില്, അദബ് കൊടുക്കുന്ന വിഷയത്തില്, മര്യാദ പഠിപ്പിക്കുന്ന വിഷയത്തില് വാപ്പ ഒരു മകന് ഒരു കാരണവശാലും മകൾക്ക് ഒരു കുറവും വരുത്തരുത്. എന്നാലും ചിലപ്പോഴൊക്കെ ചില ആളുകൾക്ക് വലിയ താല്പര്യമാണ്, മകനെ ഹാഫിളാക്കണം. നിനക്ക് നിസ്കാരം ഉണ്ടോ? ഇല്ല. മകൻ നല്ലവനാകണം. ചില ആളുകൾ പറയാറുണ്ട്, ഈ ഇസ്മായിൽ നബി ദുൽഹജ്ജ് മാസത്തിലാണ് അത് കൂടുതൽ വരിക. ഇസ്മായിൽ നബിയുടെ ത്യാഗസന്നദ്ധതയും ഇസ്മായിൽ നബിയുടെ മഹത്തായ സ്വഭാവ സംസ്കൃതിയും ഒക്കെ പറയുമ്പോ ചില ആളുകൾ വന്നിട്ട് പറയാറുണ്ട്, എന്റെ മോനെ കൂടി ഇസ്മായിലാക്കിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു, എന്റെ മോൻ ഇസ്മായിലായെങ്കിൽ കൊള്ളാം. അവരോട് പറയാനുള്ളത്, ഇസ്മായിലാകും മോൻ, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അതിന്റെ മുമ്പ് 2 കടമ്പയുണ്ട്. നിങ്ങൾ ഇബ്രാഹിം ആകണം, ഭാര്യ ഹാജറാകണം, എങ്കിലേ മോൻ ഇസ്മായിലാവൂ. അല്ലാതെ നിങ്ങൾ ഇബ്രാഹിം ആവൂല. നമ്രൂദാണ് ഇപ്പോഴും, ഭാര്യ ഹാജറല്ല, നമ്രൂദിന്റെ ഭാര്യയാണ്. മകൻ മാത്രം ഇസ്മായിൽ ആകണമെന്നുള്ളത് ശരിയായ രീതിയല്ലല്ലോ. ഇബ്രാഹിമായി നമ്മൾ മാറുമ്പോ ഭാര്യ ഹാജറാവും. ഭാര്യ ഹാജറായാൽ നിസ്സംശയം മകൻ ഇസ്മായിലായി മാറും. അതിൽ ഒരു സംശയവും വേണ്ട. അദബ് മര്യാദ, ആ നിലയിലും മക്കൾക്ക് മര്യാദ കൊടുക്കും. നല്ല മര്യാദ പഠിപ്പിക്കും. നല്ല മക്കളാക്കി അള്ളാഹു തരട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള മക്കളാക്കി അള്ളാഹു മാറ്റി തരട്ടെ. അതാണ് രണ്ടാമത് അള്ളാഹു പറഞ്ഞത്. ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും നമ്മുടെ ദുആ ഉണ്ടാകണം. വെള്ളവും വളവും ഇട്ട്, വെള്ളമൊഴിച്ച് വളമിട്ട്, തടം വെട്ടി, കളപറിച്ച് നല്ല ചൂടടിക്കണം. എന്നാൽ അത് കരിയാൻ പാടില്ല. ആ നിലയിൽ ഒരു ചെറിയ മാവിൻ തൈ, ഒരു ചെറിയ കൃഷി തൈ കൊണ്ട് നട്ടാൽ എങ്ങനെയാണ് പരിപാലിക്കുക? അതേപോലെ വെള്ളവും വളവും കൊടുക്കുന്നത് പോലെയാണ് വാപ്പായുടെ ദുആ, ഉമ്മയുടെ ദുആ. ആർക്ക്? മക്കൾക്ക്. വാപ്പാക്കും ഉമ്മാക്കും ദുആ ഇറക്കണം. നമ്മളൊക്കെ പ്രാകാറുണ്ട്, മക്കളെ നീ കുണം പിടിക്കൂല, നീ രക്ഷപ്പെടൂലടാ എന്നൊക്കെ പറയാറുണ്ട്. ദുർബല നിമിഷത്തിൽ വൈരാഗ്യം വന്ന് അതാണ് കോപം. ആദ്യം ഒരുതരം ഭ്രാന്താണ്.
അവസാന ഖേദിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾക്ക് നല്ല ദുആ കൊടുക്കണം. എപ്പോഴും ദ്വാരക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ദ്വാരക്ക്. നിങ്ങൾ ദ്വാരക്കുന്നതിനോളം കിട്ടുന്ന ആ ഒരു ഇജാബത്ത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എന്നോട് പറയാണ്, ഉസ്താദേ എന്റെ മോന് വേണ്ടി ദ്വാരക്കണേ. ചെയ്യാം. ഞാൻ പറയും, അല്ലാഹ് ഇന്ന ആളിന്റെ ഇന്ന മകന് നീ ദീർഘായുസ് കൊടുക്കണം, നല്ല ബുദ്ധി കൊടുക്കണം, അവര് മര്യാദ കൊടുക്കണം എന്നൊക്കെ ദ്വാരക്കും. പക്ഷെ അതൊക്കെ എത്ര ആഴത്തിൽ അതിന്റെ വേര് പോയിട്ടുണ്ട് എന്നുള്ളത് ചോദ്യചിഹ്നം. ഞാൻ നിങ്ങട്ടെ പറഞ്ഞാലോ അങ്ങനെ. നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ദ്വാരക്കുമ്പോഴോ വേറെ ഒന്നും മൈൻഡിലില്ല. എന്റെ മുമ്പിൽ 100 കണക്കിന് ആളുകളുടെ ഓർമ്മയുണ്ടാവും. നിങ്ങളോട് ഞാൻ ദ്വാരക്കുന്നു, എന്റെ മോന് വേണ്ടി ദ്വാരക്കണേ, മോക്ക് വേണ്ടി ദ്വാരക്കണേ. നിങ്ങളുടെ മനസ്സിൽ പലതും ഉണ്ടാവും. പക്ഷെ ഞാൻ എന്റെ കുട്ടിക്ക് വേണ്ടി ദ്വാരക്കുമ്പോഴോ എന്റെ മൈൻഡിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് സ്വന്തം മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരിക്കലും നിങ്ങൾ പ്രാകരുത്, നിങ്ങൾ ശപിക്കരുത്, നിങ്ങൾ ആത്മാർത്ഥമായി ദ്വാരക്കണം. ഒരു മാതാവിന്റെ പിതാവിന്റെ ദുആ മക്കൾക്കുള്ളത് ഒരു ചെടിക്ക് വെള്ളവും വളവും പോലെയാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായ ദുആരക്ക് മക്കൾക്ക് അങ്ങനെയുള്ള വഴി തുറന്നു കൊടുക്ക്. മദ്രസകളിലാക്ക്. ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. സെൻട്രൽ ജുമാ മസ്ജിദിന്റെ മദ്രസ പൊന്ന് കായ്ക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന നേരെ സ്വർഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന വാദമൊന്നുമില്ല. ഏതെങ്കിലും മദ്രസയെ പഠിപ്പിക്കും. പക്ഷെ അൽഹംദുലില്ലാ സുതാര്യമായി നടക്കുന്ന ഒരു മദ്രസ സംവിധാനം. ആള് ചിരിയ ഉള്ളെങ്കിലും എല്ലാ സ്ഥലത്തും പോലെ റാങ്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ആളാ സദർ ഉസ്താദ്, പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല മനോഹരമായി നടക്കുന്ന, ചിട്ടയോടെ നടക്കുന്ന, എല്ലാവരുടെയും കണ്ണെത്തുന്നുണ്ട്. എല്ലാ ക്ലാസ്സിലും ഉസ്താദുമാരുടെ കണ്ണുണ്ട്, എല്ലാ ഉസ്താദുമാരിലും സദറിന്റെ കണ്ണുണ്ട്, സദറിന്റെ നേരെ കമ്മിറ്റിക്കാരുടെ കണ്ണുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയായി. ഇതുവരെ ഒരു പരാതിയും പരിഭവം ഒന്നും ഇതുവരെ കേട്ടിട്ടില്ല, അൽഹംദുലില്ലാ. അതുകൊണ്ട് നല്ല നിലയിൽ മദ്രസ നടക്കുകയാണ്. ആ മദ്രസയില് നല്ല നിലയിൽ പഠിപ്പിക്കാൻ ഇവിടെ ഒരു നല്ല സിലബസ് ഉണ്ട്. ആ സിലബസ് അനുസരിച്ച് നന്നായിട്ട് മക്കൾക്ക് ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കുക. കണ്ണിന് കുളിർമയാകും. അൽഹംദുലില്ലാ, നല്ല ഒരു അഡ്രസ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മൂന്നാമത് എന്താ കണ്ണിന് കുളിർമ അല്ലാഹു പറഞ്ഞത്, ഫലാ തഅലമു നഫ്സും മാ വഖഫിയ ലഹും മിൻ ഖുർറതി അയ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന നാളെ സ്വർഗ്ഗത്തിൽ ഈ മകൻ വരും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഇതുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. വാപ്പ മകന്റെ കൈ പിടിച്ച്, നന്നായിട്ട് കേൾക്കണേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പില് മകന്റെ കൈ പിടിച്ചിട്ട് ഒരു വാപ്പ വരികയാണ്. എന്നിട്ട് ഉമർ തങ്ങളുടെ അടുത്ത് വന്നിട്ട് പരാതി പറയുന്നു, ഉമർ തങ്ങളെ, ഈ മോൻ എന്നെ അനുസരിക്കുന്നില്ല, ഇവന് മര്യാദ കെട്ടവനാണ്, ഇവൻ എന്നെ അനുസരിക്കുന്നേ ഇല്ല, അതുകൊണ്ട് ഒരു ഉപദേശം ഒന്ന് കൊടുക്കുന്നു പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു നീതിമാനാണ്. ഉമർ റളിയല്ലാഹു അൻഹു മോനെ വിളിച്ചിട്ട് ഉപദേശിച്ചു, എടാ വാപ്പയല്ലേ, നീ ബഹുമാനിക്കണ്ടേ, നീ അംഗീകരിക്കണ്ടേ, നിനക്ക് ജന്മം നൽകിയവനല്ലേ, നീ ഒരു വാക്ക് കൊണ്ട് വാപ്പയെ വേദനിപ്പിക്കരുത്. നിന്നെ സംസാരം പഠിപ്പിച്ചത് വാപ്പയാണ്, നിന്റെ കാല് വാപ്പാക്ക് നേരെ ഉയരരുത്, നിന്നെ നടക്കാൻ പഠിപ്പിച്ചത് വാപ്പയാണ്. നീ ധിക്കരിക്കരുത്, കാരണം നിനക്ക് വാപ്പ ചെറിയ പ്രായത്തിൽ നീ വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ നീ ഉണ്ടാവൂല. ഒരു മെഡിസിൻ ഇത്രേ ഉള്ളൂ. ആ നിലയില് നിന്നെ പരിപാലിച്ചവരാണ് നിന്റെ മാതാപിതാക്കൾ. ഇങ്ങനെ അങ്ങോട്ട് ഉപദേശം തുടങ്ങിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ കുട്ടി പറഞ്ഞു, അല്ല തങ്ങളെ, വാപ്പാക്ക് മക്കളോട് എന്തെങ്കിലും ബാധ്യതയുണ്ടോ? വാപ്പാക്ക് മക്കളോട് എന്തെങ്കിലും ബാധ്യതയുണ്ടോ? ഉണ്ട് എന്ന് അതൊന്ന് പറഞ്ഞേ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തൊക്കെയ ഉമ്മ, ഒന്ന് ഉമ്മ നന്നായിരിക്കണം, നല്ല പെണ്ണ് കെട്ടുകണം, നിന്റെ ഉമ്മ നല്ലതായിരിക്കണം. ശരി. 2, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വയുഹസ്സിന ഇസ്മഹു, നല്ല പേരിട്ട് കൊടുക്കണം. ശരി. 3, വയുഅല്ലിമഹുൽ കിതാബ്, മദ്രസയിലാക്കണം, ഇൽമു പഠിപ്പിക്കണം. ഈ മകൻ പറഞ്ഞു, തങ്ങളെ, വലം യഫ്അൽ ദാലിക ഇന്ന അബീ ലം യഫ്അൽ ദാലിക ഷൈഅൻ, ഒരൊറ്റ കാര്യം എന്റെ വാപ്പ ചെയ്തിട്ടില്ല, ഈ ഒരൊറ്റ കാര്യം എന്റെ വാപ്പ പൂർത്തീകരിച്ചിട്ടില്ല. എന്നിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പറഞ്ഞു, എന്റെ ഉമ്മാരെന്നറിയോ, ഉമ്മി അഗ്നി ആരാധകന്റെ അടിമ പെണ്ണായിരുന്നു എന്റെ ഉമ്മ. മതബോധമില്ല, ദീനീ ബോധമില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മ ഒരു അഗ്നി ആരാധകന്റെ കീഴിൽ പണിയെടുത്തിരുന്ന ഒരു സിൻജിയത്തായിരുന്നു, ഒരു അടിമപ്പെണ്ണായിരുന്നു. ആ അടിമപ്പെണ്ണിന്റെ മോനായി ജനിച്ച ഞാൻ ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ തങ്ങളെ? ചോദിക്കാണ് മകൻ.
നമ്മൾ കല്യാണം കഴിക്കുമ്പോ നല്ല പെൺകുട്ടി, നല്ല അതുകൊണ്ടാ എന്ന് പറയും. ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ നന്നാക്കുക. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ അവൾക്ക് നന്നായിട്ട് വാല് പറഞ്ഞു കൊടുക്കുക. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ അവൾക്ക് വേണ്ടി നല്ല മതബോധം കേൾക്കുന്ന അറിവുകളൊക്കെ ചെന്നിട്ട് നമ്മൾ പങ്കുവച്ചു കൊടുക്കുക. അല്ലാതെ ഇനി അവളെ കളഞ്ഞിട്ട് വേറൊരു ദീനുള്ള പെണ്ണിനെ കെട്ടാൻ പോകാം എന്ന് വിചാരിച്ചാൽ നടക്കൂല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഉമ്മ നല്ലവളായിരിക്കണം. രണ്ട് ഉമർ തങ്ങൾ പറഞ്ഞു വയുഹസ്സിനസ്മഹു, നല്ല പേരിട്ട് കൊടുക്കണം. ഈ ആ പേരെന്താണെന്നറിയോ തങ്ങളെ? സമ്മാനി ജുഅല. ഇയാൾ എനിക്കിട്ട പേര് ജുഅല എന്നാണ്. എന്താ ജുഅല എന്ന് പറഞ്ഞാൽ കരിവണ്ട്. എന്റെ പേര് കരിവണ്ടെന്നാണ്. ഒരു നല്ല പേരിട്ട് തരണ്ടേ എന്റെ വാപ്പ എനിക്ക്. മൂന്നാമത് പറഞ്ഞു വലം യുഅല്ലിംനി മിനൽ ഖുർആനി ശൈഅൻ ഹർഫൻ വാഹിദ. എന്റെ വാപ്പ എനിക്ക് ഒരക്ഷരം ഇന്നുവരെ ഖുർആനിൽ നിന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു അല്ലേ, മുഖം ചുവന്നു തുടുത്തു, കണ്ണുകൾ ഇരുണ്ടു. മുഖദാവിലേക്ക്, വാപ്പയുടെ മുഖദാവിലേക്ക് നോക്കിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, നീ പരാതി പറഞ്ഞ് തഷ്കു ഇലയ്യ, നീ ഇപ്പൊ ഇവിടെ വന്ന് ആവലാതി പറഞ്ഞത് നിന്റെ മകൻ നിന്നെ ഉപദ്രവിച്ചു എന്നതിന്റെ പേരില. പക്ഷെ നിന്റെ മകൻ നിന്നെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് നീ അവനെ ഉപദ്രവിച്ചിരിക്കുന്നു. നീ നിന്റെ മകൻ നിന്നോട് കുരുത്തക്കേട് കാണിക്കുന്നതിന് മുമ്പ് നീ അവനോടാ കുരുത്തക്കേട് കാണിച്ചത്. അപ്പൊ നമ്മൾ നന്നാകണം, നമ്മുടെ ഭാര്യ നന്നാകണം. നമ്മുടെ ഭാര്യയെ ദീനിയായ രീതിയിൽ, ഒരു പെണ്ണാണല്ലോ, കൊല്ലാൻ വേണ്ടി വിളിച്ചു, വാ മോനെ നിന്നെ കൊല്ലാനാ വാപ്പ ഇബ്രാഹിം അലൈഹിസ്സലാം. ആരെ? ഇസ്മായിൽ നബി. ഓടി ഉമ്മയോട് ചോദിച്ചു, ഉമ്മ വാപ്പ കൊല്ലാൻ വിളിക്കുന്നു, എന്ത് വേണം? ഓടാ, വാപ്പ നബിയല്ലേ, രക്ഷപ്പെടുത്തി അല്ലാഹു. ഇതേപോലൊരു നബി രക്ഷപ്പെടുത്താൻ വേണ്ടി വിളിച്ചു, മോനെ വാ യാ ബുനയ്യർകം മഅന, വന്ന കേരള കപ്പലിൽ നൂഹ് അലൈഹിസ്സലാം ഓടി ഉമ്മാടുത്ത് ചെന്നു. കൻആൻ യാം രണ്ട് പേരുണ്ട്. ചോദിച്ചു, ഉമ്മ വാപ്പ വിളിക്കുന്നു രക്ഷപ്പെടുത്താനാ, വാപ്പാക്ക് ഭ്രാന്താടാ. ആ സമയത്ത് ആ മകൻ മുങ്ങിച്ചത്തു. കാന മിനൽ മുഗ്റഖി. ഉമ്മ ഇടങ്കോലിട്ടപ്പോ മരിക്കാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി വിളിച്ച മോൻ രക്ഷപ്പെട്ടു. കൊല്ലാൻ വേണ്ടി, രക്ഷപ്പെടുത്താൻ വേണ്ടി വിളിച്ച മോൻ മുങ്ങിച്ചത്തു. ഇതാരടപെട്ടത്? ഉമ്മ. ഒരു വീടിന്റെ ഉത്ഥാന പതനത്തിനും നിർമ്മാണാത്മകതയ്ക്കും സംഹാരാത്മകതയ്ക്കും ഒരു ഉമ്മയോളം വരില്ല ഒന്നും. അതുകൊണ്ട് മാതാപിതാ ഗുരു ദൈവം. മാതാവ് പിതാവിനെ കാണിക്കും, പിതാവ് ഗുരുവിനെ കാണിക്കും, ഗുരു ദൈവത്തെ കാണിക്കും. മാതാവ് നിങ്ങളെ കാണിച്ചു കൊടുത്തു മക്കൾക്ക്. നിങ്ങൾ കൊണ്ടുവന്ന് ഉസ്താദിനെ കാണിച്ചു കൊടുക്കണം, എങ്കിലേ ഉസ്താദന്മാർക്ക് അള്ളാനെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നന്നായിട്ട് മദ്രസയിൽ മക്കളെ കൃത്യമായി പഠിപ്പിക്കാൻ ശ്രമിക്കുക. കണ്ണിന് കുളിർമയാകട്ടെ. മൂന്നാമത് ഖുർആൻ പറഞ്ഞ കണ്ണിന് കുളിർമ സ്വർഗമാണ്. സ്വർഗത്തിൽ വലിയ സ്ഥാനം അള്ളാഹു തരും. അള്ളാഹു വലിയ സ്ഥാനം കൊടുക്കുമ്പോ മോൻ MLA ആയി, അപ്പാക്ക് ഒരു ഗുണവും ഇല്ല, ഇവിടെ എന്തൊക്കെ ആനുകൂല്യം ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. മോൻ MP ആയി, ട്രെയിനിൽ യാത്ര ഫ്രീ, കറങ്ങാൻ പോവാൻ ഫ്രീ, ആശുപത്രിയിൽ ചികിത്സ ഫ്രീ. മോൻ മന്ത്രിയായി, വാപ്പാക്ക് സ്വർഗത്തിൽ എന്ത് ഗുണം? ഒരു വണ്ണാങ്കട്ടയില്ല. പക്ഷെ വാപ്പാക്ക് സ്വർഗത്തിൽ കിട്ടുന്ന ആദരവ് കാണുമ്പോ ചോദിക്കും, അന്നാലി ഹാദി, ഇത് എവിടെന്നാ പടച്ചോനെ? അപ്പൊ അള്ളാഹു പറയും, ബിസ്തിഗ്ഫാരി വലദിക, നിന്റെ മകൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിനക്ക് സ്വർഗത്തിൽ പദവി ഉയരുകയാണ്. അപ്പോ നമ്മുടെ മക്കളെ ആ നിലയിൽ ആക്കിയിട്ട് മരിക്കാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഒരു നിലയിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ആത്മീയവും ഭൗതികവും കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഭൗതികം കൂടെ കൊടുക്കണം. ആത്മീയം മാത്രമല്ല, ആഹാരമൊക്കെ കഴിയുന്നതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. വെറും ആത്മീയത മാത്രമല്ലല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ വീട്ടിലിരിക്കുമ്പോ ഒരു പെണ്ണ് വന്നു നബിയെ. ഒരു ഉമ്മ, പാവം, പട്ടിണിയാണ്. രണ്ട് മക്കൾ രണ്ട് സൈഡിലുണ്ട്, രണ്ട് പെൺകുട്ടികളാണ്. ആകെ വീട്ടിൽ 3 ഈത്തപ്പഴം ഉണ്ടായിരുന്നു. ഞാൻ എടുത്ത് കൊടുത്തു. ഒരു ഈത്തപ്പഴം ഒരു കുട്ടിക്ക് കൊടുത്തു, ഒരു ഈത്തപ്പഴം അടുത്ത കുട്ടിക്ക് കൊടുത്തു. അടുത്ത ഈത്തപ്പഴം അവളുടെ ചുണ്ടിലേക്ക്, ഫീഹ, വായിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചു. ആ സമയത്ത് ഈ രണ്ട് മക്കളും പെട്ടെന്ന് കഴിച്ചിട്ട് ഉമ്മയുടെ വിരലിൽ തൂങ്ങി, വിശപ്പിന്റെ കാഠിന്യം മൂലം. ആയിഷ ബീവി പറയുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ചുണ്ടിൽ വെച്ച ഈത്തപ്പഴം തള്ള പുറത്തേക്ക് എടുത്തിട്ട് രണ്ടായി കീറിയിട്ട് രണ്ട് മക്കൾക്കും കൊടുത്തിട്ട് പട്ടിണിയോടെ ആ മക്കളെ കൈ പിടിച്ചിറങ്ങിപ്പോയി. ഇതെനിക്ക് വലിയ അത്ഭുതം തോന്നി. ഞാൻ കരഞ്ഞ് തളർന്നിരിക്കുമ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാ. വന്നിട്ട് ചോദിച്ചു, എന്താ ആയിഷ കരയുന്നത്? നബിയെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ആ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് ആ ഉമ്മ സ്വർഗത്തിലാണ് ആയിഷ എന്ന് പറഞ്ഞാൽ, താൻ പട്ടിണി കിടന്നിട്ട് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കാരക്ക കൊടുത്തത് കൊണ്ട് സ്വർഗം കിട്ടിയെങ്കിൽ, നമ്മൾ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് തിരക്കു പിടിച്ച് ഉറക്കമുളച്ച് പട്ടിണി
കിടന്നിട്ട് നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി അവർക്ക് ആഹാരവും വസ്ത്രവും മൊബൈലും ബൈക്കും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിന് അള്ളാഹു കൂലി തരാതിരിക്കൂല. അതൊക്കെ വേണം. അതോടൊപ്പം മക്കൾക്ക് ആത്മീയ വിദ്യാഭ്യാസം കൂടെ കൊടുത്തോളി. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇൻഷാ അല്ലാഹ് ഈ കൂട്ടത്തില് ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ ഞാൻ പറഞ്ഞു അത്രയും എമർജൻസി ആണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പാവപ്പെട്ട ഒരു മദ്രസ അധ്യാപകൻ, അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം 26-ാം തീയതി. വളരെ സാധുവാണ് എന്ന് പറയുന്ന ഒരു വെറും വാക്കല്ല, സാധുവാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ ഒന്നുമില്ലാത്ത വളരെ തുച്ഛമായ ശമ്പളം കിട്ടുന്ന ഒരു പാവപ്പെട്ട മദ്രസ അധ്യാപകനാണ്. അപ്പോ കല്യാണം വിളിക്കാൻ വേണ്ടി വരുമ്പോ ഈ സങ്കടം അദ്ദേഹം പറഞ്ഞില്ല, വേറൊരു ഉസ്താദ് എന്നെ വിളിച്ചു പറഞ്ഞു. അതുപോലെ നമ്മുടെ പ്രിയ സുഹൃത്തുക്കളോടൊക്കെ അത് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോ എന്തെങ്കിലും നമ്മൾ കൊടുത്താൽ, ഒരു കല്യാണമല്ലേ, ഒരു വീടല്ലേ, ഒരു എന്തെല്ലാം മോഹങ്ങൾ ഉണ്ടാവും. നമ്മൾ എവിടെയെല്ലാം കൊടുക്കുന്നു, ആർക്കൊക്കെ കൊടുക്കുന്നു, അതൊക്കെ അള്ളാഹു നമ്മൾ ഒട്ടും കുറവ് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും കൂടി വന്നിട്ടുണ്ട്. രണ്ട് ഗേറ്റിന്റെ ഭാഗത്തും അവരെ നിൽക്കും, രണ്ടുപേരും. നല്ലൊരു സംഭാവന. നിങ്ങളെല്ലാവരെയും നിങ്ങളെ ഏറ്റവും അടുത്ത റിലേറ്റീവ് വിവാഹം വിളിച്ചു, ആ വിവാഹത്തിന് നിങ്ങൾ ഒരു സംഭാവന കൊടുക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും മനസ്സിൽ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് കൊടുത്താൽ അൽഹംദുലില്ലാഹ് ഒരു അരപ്പവനോ ഒക്കെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ, അത്രേ ഉള്ളൂ. 10 പവനൊന്നും നമ്മൾ കൊടുക്കണമെന്നല്ല, ഒരു അരപ്പവൻ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും അറിയുമല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ അരപ്പവനിൽ ഞാനൊരു ഭാഗം, അതിന്റെ 50-1 അല്ല പിന്നെ അതില് 50-1 ഞാൻ കൊടുക്കാം. അങ്ങനെ 50 പേര് തീരുമാനിച്ചാൽ തന്നെ റാഹത്താവും. എത്രയാണ് നിങ്ങൾക്ക് അതിന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു സംഭാവന, ആ ബക്കറ്റ് അത്രയും ജെനുവിനാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് കാര്യമായ സംഭാവന നിങ്ങൾ നൽകണം. അള്ളാഹു അർഹമായ സവാബ് നിങ്ങൾക്ക് തരട്ടെ. 2 ഗേറ്റിന്റെ ഭാഗത്തുണ്ടാവും. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.